നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 228ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത നർത്തകനും കുച്ചിപ്പുടി എന്ന നൃത്ത സംഗീതത്തിൻ്റെ ഗുരുവുമായ പത്മഭൂഷൺ വെമ്പട്ടി ചിന്നസത്യത്തെക്കുറിച്ചിട്ടാണ്. ഇത് പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അടുത്തിടെ വന്ന ചില മെയിലുകളും ചില അഭിപ്രായങ്ങളും അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളും മറ്റും സൂചിപ്പിച്ചുകൊണ്ട് വേണം ഈ എപ്പിസോഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. 228ാമത്തെ എപ്പിസോഡാണിത്. ഇനിയുമുണ്ട് 100 പേരെക്കുറിച്ച് പറയേണ്ടത്. കാലമാണ് വിധാതാവ്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് കാലമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്തരുമായ ഒരുപാട് പേരെ നേരിൽ കാണുമ്പോൾ ഭാവിയിൽ ഇങ്ങനൊരു അവതരണ രീതി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മനസ്സിൽ തോന്നുന്ന ചിന്തകൾ ഭാവി തലമുറയ്ക്ക് മുന്നിലുള്ളവരെക്കുറിച്ച്, അവരുടെ ചിന്താധാരയെക്കുറിച്ച്, അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ ജ്ഞാനത്തെക്കുറിച്ച്, അവരുടെ കഴിവിനെക്കുറിച്ച് എത്രമാത്രം അറിഞ്ഞിരിക്കും എന്നുള്ളത് പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ തുടങ്ങുന്നത്. ഇനിയുമുണ്ട് ഒത്തിരി പേർ. അപ്പോൾ എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകൾ, എൻ്റെ പരിമിതമായ അറിവുകൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോ എപ്പിസോഡുകളും ഞാൻ ചെയ്യുന്നത്. ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ സതുദ്ദേശമല്ലാണ്ട് ദുരുദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എഴുത്തും വായനയും കഥയും കവിതയും ഒക്കെ കൊണ്ടുപോകുമ്പോഴും എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ, എൻ്റേതായിട്ടുള്ള ഫ്രെയിംസിൽ ഒരു ചിത്രം തമിഴിലും ഒരു ചിത്രം മലയാളത്തിലും സംവിധാനം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ശരവൺ മഹേശ്വർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിക്കാനേ നിർവാഹമുള്ളൂ. 2-3 ഡോക്യുമെൻ്ററികളും 3-4 ഷോർട്ട് ഫിലിംസും 19-56 പുസ്തകങ്ങളും കഥയും എഴുത്തും ഇതുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം നമ്മുടേതായ കാഴ്ചപ്പാടിൽ, നമ്മുടേതായിട്ടുള്ള ഫ്രെയിംസുകളിൽ രൂപം കൊള്ളുന്ന ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യണം. അപ്പോൾ ഈ ശരവൺ മഹേശ്വർ ആരാണ് എന്ന് ചോദിച്ചാൽ പറയണമല്ലോ, എഴുത്തുകാരനാണ്. അങ്ങനെ അതും ഇതുമൊക്കെയാണ് എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടുമുട്ടിയ ഒരുപാട് പേരെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയത്, അവരുടെ അവതരണ രീതി എങ്ങനെയാണ്, അവർ മറ്റുള്ളവരെ കാണുന്ന കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ നല്ലവരായവരോട് പറയാൻ വേണ്ടിയും ഗുണഗണങ്ങളും കീർത്തിചക്രങ്ങളും മികവുകളും ഇഴവുകളും എല്ലാം തൊട്ടുതലോടി കടന്നു പോകുന്ന ഒന്നാണിത്. ഇവിടെ ആരെയും വിമർശിക്കുന്നില്ല, ആരുടെയും കഴിവുകേടുകളെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് അനുഭവിച്ചത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നിത് ചെയ്യുമ്പോൾ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ വെമ്പട്ടി ചെന്നസത്യത്തെ കാണുന്നത് NSS കോളേജ്, കരമന NSS കോളേജിൽ വെച്ചാണ്. അന്ന് സൂര്യയുടെ പ്രോഗ്രാമിന് വന്ന അദ്ദേഹം കുട്ടികൾക്ക് കുച്ചിപ്പുടിയെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്, ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ അവിടെ നടത്തി. അങ്ങനെ ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളുമായി അവിടെ പോവുകയും 100 കുട്ടികൾ, 100 കൂടുതൽ കാണുമെന്നാണ് എൻ്റെ ഊഹം. അപ്പോൾ ആ ഡെമോൺസ്ട്രേഷനും ആ അവതരണ രീതിക്ക് മുന്നേ ഞാൻ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, ഒരു എഴുത്തുകാരനാണ്, അങ്ങയുമായി ഒന്ന് സംസാരിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുണ്ട് താറ് പോലെ എടുത്ത് അതിന് മുകളിലൂടെ ഒരു ജൂബയും മറ്റും ധരിച്ച് തോളിലൊരു ഷോളും ഒക്കെ ഇട്ട്, ആ ഷോൾ ഇടുന്നതാണ് ഒരു പ്രചോദനമായി എൻ്റെ ഈ എപ്പിസോഡിൽ ഞാനും ഇതുപോലെ ഒരു ഷോൾ ഇടുന്നത്. അത് അനുകരണമല്ല, ചിലത് നമ്മളെ തേടിയെത്തും, ചിലത് നമ്മളിൽ നിന്നും അകന്നു പോകും. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 10:30 മണിക്കാണ് ഇത് ക്ലാസ് തുടങ്ങുക, നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ക്ലാസ് റൂമിൻ്റെ അവിടെ നിന്ന് മാറി ഗോവണിക്കരികിലായി, കോളേജിൻ്റെ ഗോവണിക്കരികിലായി ഞാനും അദ്ദേഹവും നിന്ന് സംസാരിച്ചു തുടങ്ങി. ഞാൻ സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം വളരെ വിനയത്തോടുകൂടി എന്നോട് പറഞ്ഞത്, കുച്ചിപ്പുടിയെക്കുറിച്ചിട്ട് കുറച്ചൊക്കെ അറിയാം, അതേക്കുറിച്ച് ഈ കുട്ടികൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കാം എന്ന് കരുതി. പ്രത്യേകിച്ച് സൂര്യയുടെ കൃഷ്ണമൂർത്തി പറയുമ്പോൾ ലേഖനം ചെയ്യാണ്ടിരിക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ സംഭാഷണം തുടങ്ങുന്നത്. ആന്ധ്രയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും കുച്ചിപ്പുടിയുടെ ആധികാരികതയിലേക്ക് വരാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു. കല്ലും മുള്ളും നിറഞ്ഞ ജീവിതപാതയിൽ വിഷമങ്ങളും കളിയാക്കലുകളും ഒക്കെ എത്രമാത്രം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സംഭാഷണം ഒരു 3/4 മണിക്കൂറോളം നീണ്ടു. അങ്ങനെ സദസ്സ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും വന്ന് പറഞ്ഞു, സാർ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ, വരുന്നു, ഞാൻ ഇദ്ദേഹവുമായിട്ട് ഒരു 10 മിനിറ്റും കൂടെ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളെല്ലാം ചുറ്റും കൂടി നിന്നു. അതിൽ രസകരവും കൗതുകകരവുമായ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ പല ഭാഗത്തും, പല സ്റ്റേറ്റുകളിലും, പല സ്ഥലത്തും ഞാൻ കുച്ചിപ്പുടി നൃത്തത്തെക്കുറിച്ചും കുച്ചിപ്പുടി നൃത്തവും മറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ മനസ്സ് മറ്റൊരു തലത്തിലാണ് എത്തപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, അതെന്താ സാർ അങ്ങനെ? അത് ആരോട് ചോദിച്ചാലും ശരി, ഇവിടുത്തെ കാണികൾ, ഇവിടുത്തെ ഓഡിയൻസ് വളരെ മികവുറ്റതാണ്. അവർ എല്ലാത്തിനെ പറ്റിയും ശരിക്കും പഠിക്കും. കാലൊന്ന് വയ്ക്കുന്ന സ്റ്റെപ്പിൽ ഒന്ന് തെറ്റിയാൽ പോലും അവർ സൂക്ഷ്മ നിരീക്ഷണം നടത്തും. അത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് പേർ ഈ സൂര്യയുടെ ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുമായിട്ട് പലരും പലയിടത്ത് വെച്ചും കണ്ടുമുട്ടിയപ്പോഴും കേരളത്തിലെ ഓഡിയൻസ് വളരെ ചിന്തയുള്ളവരാണ്, ആസ്വാദന ശേഷി കൂടുതൽ ഉള്ളവരാണ്. അവർ എല്ലാത്തിനെ പറ്റിയും പഠിക്കും, മനനം ചെയ്യും.
എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷവും അഭിമാനവും തോന്നി. നമ്മളെപ്പറ്റി മറ്റുള്ളവർ വിലയിരുത്തുന്ന രീതി. ഞാൻ പോലും 10-40 വർഷങ്ങളായി ഇതിൻ്റെ പിന്നിലും മുന്നിലും നടന്നിട്ടും ഇവിടെ വരുമ്പോൾ ഒരു ഭയമാണ് ഉള്ളിൽ. ഞാൻ ചോദിച്ചു, അതെന്താ സർ? അതല്ല, നമ്മുടെ അവതരണ രീതി, ഇവിടുത്തെ കാണികൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 15 ഒക്ടോബർ 1929 അദ്ദേഹം ജനിച്ചത്. ബ്രാഹ്മണ കുടുംബത്തിൽ ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1998 പത്മഭൂഷൺ ബഹുമതി നേടി. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും കരസ്ഥമാക്കി. 29 ജൂലൈ 2012 83 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത്, അന്ന് അദ്ദേഹം അവിടെ ഡെമോൺസ്ട്രേഷൻ നടത്തിയപ്പോൾ കുച്ചിപ്പുടി കുറച്ച് ആധികാരികമായിട്ടുള്ള വിഷയവിവരണവും അത് പ്രകടിപ്പിക്കാനുള്ള അതിൻ്റെ ചില രീതികൾ അദ്ദേഹം ആ സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ കാണികളായ ഞാനും എൻ്റെ സുഹൃത്തും ഏറ്റവും പിന്നിലുണ്ടായിരുന്നു. ചടുലമായ ഭാവവും അദ്ദേഹത്തിൻ്റെ അനന്യമായ ആ അവതരണവും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് പാഴ്വാക്കല്ല, ശരിക്കും ഒരു കലാകാരൻ സ്റ്റേജിൽ ഒരു കല അവതരിപ്പിക്കുമ്പോൾ അയാൾ അതായി മാറുകയാണ്. അതിൻ്റെ നിതാന്തമായ ദൃഷ്ടാന്തമാണ് ശ്രീ വെമ്പട്ടി ചിന്നസത്യത്തിൻ്റെ അവതരണ രീതി. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള കുട്ടികളിൽ ചിലരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ കുച്ചിപ്പുടിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? കുച്ചിപ്പുടി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 6-7 കുട്ടികൾ കൈ ഉയർത്തി കാണിച്ചു. അപ്പോൾ അദ്ദേഹം അവരെ എല്ലാം നോക്കി അത്ഭുതസ്തബ്ധനായി ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എന്നരികിൽ വന്ന് അതിൻ്റെ ചില ഭാവങ്ങൾ പ്രകടിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ 3 കുട്ടികൾ ആ സ്റ്റേജിലേക്ക് വന്ന് കയറി. ഓരോരുത്തരും അവർ പഠിച്ച രീതികളിൽ ചില സ്റ്റെപ്പുകൾ അവിടെ വെച്ചു. അപ്പോഴുണ്ടായ ഒരു കരഘോഷം 10-30 വർഷങ്ങൾക്ക് ശേഷം ഇന്നും മനസ്സിലൊരു കൊടുങ്കാറ്റ് പോലെ അടിക്കുകയാണ്. ആ 3 കുട്ടികളിൽ ഇന്ന് അവർ എവിടെയാണെന്നോ അവർ ജീവിച്ചിരിപ്പുണ്ടെന്നോ ആരാണെന്നോ അവരുടെ പേരോ ഒന്നും എനിക്കറിയില്ല. കാലത്തിൻ്റെ പോക്കിൽ ഏത് ലോകത്താണെന്ന് പോലും അറിയില്ല. അതിൽ പാവാടയും ബ്ലൗസും, പച്ച പാവാടയും ചുമന്ന ബ്ലൗസും നീല നിറത്തിലുള്ള ഒരു ഷോളും ധരിച്ചൊരു പെൺകുട്ടി. അവരെ പ്രത്യേകം അദ്ദേഹം സ്റ്റേജിലോട്ട് ക്ഷണിച്ചിട്ട് നമുക്ക് ഒരു പദം കളിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമവുമില്ലാതെ ഒരു 5 മിനിറ്റ് അവർ രണ്ടുപേർ ചേർന്ന് കുച്ചിപ്പുടിയുടെ ചില രീതികൾ അവതരിപ്പിച്ചു. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരം എന്ന് പറഞ്ഞാലും പോരാ, അത്ര വശ്യമായിരുന്നു ആ പ്രകടനം. അതെല്ലാം കഴിഞ്ഞ് ആ പെർഫോമൻസ് കഴിഞ്ഞ് ആ കുട്ടി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നുള്ളതാണ്. ആ കുട്ടി എഴുന്നതിന് ശേഷം അദ്ദേഹം കൈകൊണ്ട് തലയിൽ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു,
നീയൊരു വലിയ നർത്തകിയാവട്ടെ. ആ മനസ്സ്, ആ കണ്ണുകളുടെ തിളക്കം സത്യത്തിൽ ഇന്നും എൻ്റെ മനസ്സിൽ നിഴലിക്കുന്നു. അന്ന് സ്വന്തമായി കയ്യിൽ മൊബൈലോ ഫോട്ടോ എടുക്കാൻ ക്യാമറയോ ഒന്നുമില്ല. അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം മതി നമുക്ക് സൂക്ഷിക്കാൻ, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ, കൊണ്ടു നടക്കാൻ. അത് കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാറിലേക്ക് കയറാൻ നേരം, എല്ലാം കഴിഞ്ഞ് തിരികെ ഹോട്ടലിലേക്ക് പോകാൻ നേരം ഞാനും കാറിൻ്റെ ഡോറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ശ്രവൺ, ഞാൻ നിന്നെ മറക്കില്ല, നീ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി. അത് ഒരു വലിയ അനുഗ്രഹമായി ഞാനിന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഒരു വിശ്വകലാകാരൻ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലെല്ലാം കുച്ചിപ്പുടി അവതരിപ്പിച്ച ഒരു മഹാനായ കലാകാരനാണ് ശ്രീ വെമ്പട്ടി ചിന്നസത്യം. അദ്ദേഹം എഴുതിയ ഓട്ടോഗ്രാഫ് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിർത്തട്ടെ.